ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താം. ഓക്കെ, മീറ്റ് അവർ സൂപ്പർ ഡാർലിംഗ് ദേവു. പോണേനു ദേവു? എന്തിനു പോണേനു? നമ്മള് ചെമ്പരത്തി തേടി നടന്നുകൊണ്ടിരിക്കണേണ്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചെമ്പരത്തി എല്ലാം നമ്മൾ കളിച്ചു തീർത്തു. ഇവിടെ ഏതെങ്കിലും വീട്ടില് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ, അല്ലേ? ഇതിന്റെ ഇടയിൽ കേൾക്കണ അശ്വരീതി വേറെ ആരുടെ അല്ല കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ചെമ്പരത്തി കിട്ടി. ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ ടോട്ടൽ എത്ര ചെമ്പരത്തിയാണ് നമുക്ക് കിട്ടിയെന്ന്. അണ്ണാൻ കുഞ്ഞിനെ നിങ്ങളും കണ്ടായിരുന്നോ? നമ്മ കണ്ടേ. ഇന്നത്തെ ഈ വ്ലോഗ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു കുട്ടി വ്ലോഗാണ് വിത്ത് അവർ കുട്ടി പട്ടാളം. ഞാനൊരു ചെമ്പരത്തി തേടി നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഈ വ്ലോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഓമൂസിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള വഴി കൂടിയുള്ള യാത്രയും ഈ കാഴ്ചകളും എല്ലാം. കുയിലും കൂകുണ്ടല്ലോടാ. നോക്കാം, നമുക്ക് ചിലപ്പോ കിട്ടും, ചിലപ്പോ. ഇവരുടെ കൂടെ ചെമ്പരത്തി അന്വേഷിച്ച് നടക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോവായിരുന്നു. പണ്ട് ഞങ്ങളെല്ലാവരും കൂടി കസിൻസൊക്കെ കൂടി പോകുന്നതും ആ ഒരു മെമ്മറി, ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചൊരു എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ഞങ്ങൾ മൂന്നുപേരും കൂടി കുറച്ച് നടന്ന് നീങ്ങിയപ്പോഴേക്കും കമ്പനി കൂടാനായിട്ടായിട്ട് എൻ്റെ അമ്മാവൻ്റെ ഇളയ മോനും കൂടി. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. സോ ഞങ്ങൾ 4 പേരും കൂടി ഇപ്പോൾ ചെമ്പരത്തി പൂ അന്വേഷിച്ച് നടപ്പായി. അവിടെ വഴിയരികിലുള്ള വീടുകളിലൊക്കെ നോക്കി എന്തോ ഒരിടത്തും ഞങ്ങൾ കണ്ടില്ലേ പിന്നീട് ചെമ്പരത്തി പൂ. പക്ഷെ ഇതിന് മുന്നേ കുറച്ച് മുന്നേ അവിടുത്തെ ചിറയും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ വഴി തന്നെ വന്നപ്പോൾ ഒരു വീട്ടിലിങ്ങനെ കുറേ കൊല കുത്തി കിടക്കുന്നതായിട്ട് കണ്ടിരുന്നു കേട്ടോ. അതിപ്പോൾ കാണുന്നില്ല, എവിടെയാണെന്ന് ഓർമ്മയേ ഇല്ല. അവസാനം കുറച്ച് നടന്ന ഇതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ നടന്ന വഴിക്ക് വേദിയിലും ഒക്കെ ചെമ്പരത്തിപ്പൂ കണ്ടു, അത് പറിച്ചെടുത്തു. പിന്നെ നമ്മൾ തുടങ്ങിയ അതേ സ്ഥലത്ത് വീണ്ടും തിരിച്ചെത്തി. ഈ പ്രാവശ്യം ഒരു പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ചെമ്പരത്തിയായുള്ള നമ്മുടെ കുട്ടിപ്പട്ടാളം എന്ന് പറയുന്നത് 3 പേരുമാണ്. അങ്ങനെ ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവർ വീണ്ടും അവരുടെ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും കണ്ടോ എങ്ങനെയാണ് എന്താണ് ഇനി നടക്കുന്നതെന്ന്. ഇതിലെ മെയിൻ ഒരു കുട്ടി നമ്മുടെ ഹരിക്കുട്ടൻ, ദേവുട്ടിയുടെ അനിയനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കുട്ടീനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ വേറെ ആരുമല്ല, ഞങ്ങളുടെ ബാലനങ്കിളാണ്, അവരുടെ ബാലനച്ഛൻ. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഈ സ്ക്രീൻ ടൈമിൽ നിന്നെല്ലാം വിട്ട് കുട്ടികളെല്ലാവരും കൂടി വളരെ എൻഗേജിങ് ആയിട്ട് എല്ലാവരും സംസാരിച്ച് ഈ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, അതിലേറെ വേറെ ഒന്നും വരില്ല. അത് സക്സസ്ഫുള്ളി ഇവിടെ ചെയ്തതും ബാലങ്കളാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി നല്ല ചൂട് ചായയൊക്കെ കുടിക്കട്ടെ. ബായ്.